ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിലെ 3-ാം ഞായറാഴ്ച തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ചയാണ്. പ്രധാന വായനാഭാഗം വിശുദ്ധ മാർക്കോസ് 2:1-12 വരെ. ചിന്ത 1. കിടക്ക എടുത്ത് നടക്കുക. തളർവാദം മൂലം നാളുകളായി കിടപ്പിലായ രോഗിക്ക് പൊടുന്നനെ എഴുന്നേറ്റ് നടക്കുക എന്നതും ചുമട് ചുമക്കാൻ കഴിയുക എന്നതും ക്ഷിപ്രസാധ്യമാകുക എളുപ്പമല്ലല്ലോ. കർത്താവിൻ്റെ വാക്കുകളിലും ചടുതിയിൽ ആ രോഗി ചെയ്ത പ്രവൃത്തികളും അവൻ പൂർണ്ണ ആരോഗ്യവാനായി എന്ന് വെളിവാകുന്നു. ഇവിടെ സൃഷ്ടാവിൻ്റെ ആധികാരികത വെളിപ്പെടുന്നു. ദൈവപുത്രൻ എന്ന നിലയിലുള്ള ആധികാരികത സ്പഷ്ടമാക്കുന്ന വാക്കുകൾ കർത്താവിൽ നിന്ന് പുറപ്പെടുന്നു. 2. പാപവും രോഗവും തമ്മിലുള്ള ഇഴയെടുപ്പം. പഴയ നിയമകാലത്തിലെ വിശ്വാസത്തിൽ നമുക്കിത് കാണാം. ഉദാഹരണം വിശുദ്ധ യോഹന്നാൻ 9 പുറകുരുടിൻ്റെ കാര്യത്തിൽ നാം അത് ദർശിക്കുന്നുണ്ട്. കർത്തൃശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ? നമ്മുടെ കർത്താവ് അത് നിഷേധിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ കാര്യത്തിൽ പ്രിയ സുഹൃത്തുക്കളും യുവതം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാം അങ്ങനെയല്ലെന്ന് ഈ സംഭവങ്ങളിൽ തന്നെ വെളിവാകുന്നില്ലേ? നവീന ശാസ്ത്രീയ വിശദീകരണങ്ങളിൽ ഒരാളുടെ മാനസിക ആത്മീയ അവസ്ഥകൾ രോഗത്തെയും രോഗസൗഖ്യത്തെയും ബാധിക്കുന്നതായി കാണുന്നു. 3. മറ്റുള്ളവരുടെ മധ്യസ്ഥത കൊണ്ട് രോഗം മാത്രമല്ല പാപവും മോചിക്കപ്പെടും എന്ന് ഇവിടെ വെളിവാകുന്നു. 4 ദൃഢനിശ്ചയം രോഗിയുടെ ഉള്ളിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് കരുതണം. അവനും പശ്ചാത്താപ വിവേചനായിരിക്കണം. സമൂഹമോ കർത്താവ് കൽപ്പിച്ചതുപോലെ 2-3 പേർ യോഗമായി കൂടുമ്പോൾ അവർ അപേക്ഷിച്ചാലോ അത് സാധ്യമായി തീരും. ഒപ്പം പ്രസ്തുത വ്യക്തിയിലും ചലനങ്ങളും മനോപരിവർത്തനവും ഉണ്ടാകുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ കാണുന്ന തളർവാദ രോഗി കിടന്നത് ബെത്സൈദ കുളക്കരയിലാണ്. ബെത്സൈദ എന്നാൽ കരുണയുടെ ഭവനം എന്നാണ്. പക്ഷേ അവനോട് കരുണയുള്ള ആരും അവിടെ ഇല്ലായിരുന്നു എന്ന് ആ സംഭവം വെളിവാകുന്നുണ്ട്. അവിടെ രക്ഷകൻ തന്നെ ഇടപെടുന്നു. നമ്മുടെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും കൂടി വരുന്ന ഇടങ്ങളിലും കരുണയില്ലാത്ത അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.